ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 1-ലെ AEC കോഴ്സായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 1 ആണ് നോക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1-ൽ 3rd യൂണിറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് ലിസണിംഗ്, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിംഗ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇന്ത്യൻ, ദെൻ മദർ ടങ്, ഇൻ്റർഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്തുള്ളത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കും മുന്നേ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തന്നെ ഞാനിതാ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേയിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ഫീലിങ്സ് ഓർ ഒപ്പീനിയൻസ് ഫ്രം വൺ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ടു അനദർ. അത്രേ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്ത് പ്രോസസ്സാണ്? ഇൻഫർമേഷൻ ആവട്ടെ, അറിവാവട്ടെ, എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയകളാവട്ടെ, ഫീലിങ്സ് ആവട്ടെ, നമുക്കുള്ള അഭിപ്രായങ്ങളാവട്ടെ, എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ ഫീലിങ്സ്, ഇമോഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കാര്യം തന്നെ എടുക്കാം. യൂണിവേഴ്സിറ്റി നിങ്ങളെല്ലാവരെയും കോഴ്സിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയിക്കുന്നുണ്ട്, അഡ്മിഷൻ കിട്ടിയെന്ന് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഒരാളിൽ നിന്നോ ഒരു ഗ്രൂപ്പിൽ നിന്നോ മറ്റൊരാളിലേക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്കോ എത്തിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ, എസെൻഷ്യൽ ഫോർ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ്. സോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഇടയിൽ, ഇപ്പോൾ മൃഗങ്ങളുടെ ഇടയിലും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്, എന്നാലും മനുഷ്യർക്കാണ് വളരെ എസെൻഷ്യലായിട്ടുള്ളത്. നമ്മുടെ പേഴ്സണൽ റിലേഷൻസ് ആവട്ടെ, സോഷ്യൽ റിലേഷൻസ് ആവട്ടെ, പ്രൊഫഷണൽ സക്സസ്സിനാവട്ടെ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പറിൽ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇനി നോക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. സോ സെവറൽ കീ എലമെൻറ്റ്സ് അതിന് വേണ്ടി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു 7 എലമെൻറ്റ് സ്ട്രക്ചറും പറയുന്നുണ്ട്, ഒരു 9 എലമെൻറ്റ് സ്ട്രക്ചറും പറയുന്നുണ്ട്. നമ്മളിവിടെ 9 എണ്ണം നോക്കി പോവും. 7 എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ 7 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന 7 എണ്ണം മാത്രമാണ് നമുക്ക് ആൻസറായിട്ട് എഴുതേണ്ടി വരിക. പക്ഷെ പഠിക്കുമ്പോൾ 9 എണ്ണവും പഠിച്ച് തന്നെ വയ്ക്കുക. ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സെൻഡർ ഓർ സോഴ്സ്. ദ പേഴ്സൺ ഹു ഇനിഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബൈ ഫോമുലേറ്റിംഗ് ആൻഡ് സെൻഡിങ് എ മെസ്സേജ്. സോ സെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ആരാണോ ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. SENDER. 2 പേര് സംസാരിക്കുന്നത്. സോ ആദ്യം സംസാരിക്കുന്ന ആൾ, ഹു ഇനിഷ്യേറ്റ്സ്, തുടക്കത്തിൽ സംസാരിക്കുന്ന ആൾ, ആരോട് സംസാരിക്കുന്നു ആ വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. ആ വ്യക്തിനെ തന്നെ സോഴ്സ് എന്നും പറയാം. സോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മളൊരു കാര്യം അറിയിക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിനെ നമ്മൾ സോഴ്സ് എന്ന് പറയും. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും. രണ്ടാമതൊരു കാര്യം വേണം, മെസ്സേജ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യാൻ പറ്റുക. ഇറ്റ് ക്യാൻ ബി ദി ഇൻഫർമേഷൻ, ഐഡിയ ഓർ ഫീലിംഗ് ദാറ്റ് ദ സെൻഡർ വാണ്ട്സ് ടു കൺവേ. സോ ഇപ്പം ഞാനുണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. സോ ഇവിടുത്തെ സെൻറ്റർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ഞാനാണ്. മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന നോട്ട്സും കാര്യങ്ങളുമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെസ്സേജ്. ഇറ്റ് ക്യാൻ ബി വേർബലി നമുക്ക് പറയാൻ പറ്റും, വേർഡ്സും സൗണ്ട്സും യൂസ് ചെയ്തിട്ട്, ഓർ നോൺ വെർബൽ ജസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആംഗ്യങ്ങൾ കാണിക്കുന്നത്, ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്ത് വരുന്ന ആക്ഷൻസ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും, ബോഡി ലാംഗ്വേജ്, പിന്നെ വിഷ്വൽസ്. ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു മെസ്സേജ് മറ്റൊരാളിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, സെൻഡർ പറഞ്ഞു, മെസ്സേജ് പറഞ്ഞു. ദെൻ വി ഹാവ് എൻകോഡിങ്, ദ പ്രോസസ് ബൈ വിച്ച് ദി സെൻഡർ കൺവേർട്സ് ദെയർ തോട്ട്സ് ഓർ ഐഡിയാസ് ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഐഡിയയിലുണ്ട്, പക്ഷേ എനിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ അതിനൊന്ന് എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു ഓർഡറിലാണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെയൊക്കെ ഞാൻ ഒരു കോഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് സെയിം വേ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ എടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നില്ലേ, അപ്പോൾ ഈ പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഏതെങ്കിലും രീതി ഞാൻ എന്താ ഇപ്പോൾ പറയാൻ പോകുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഫോർമൽ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാലാണ് കിട്ടുക. നമ്മളൊരു പ്രസംഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രസംഗം സ്വാഗത പ്രസംഗമാണ് പറയാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ നോക്കി വയ്ക്കും. ആരാണ് നമ്മുടെ ഗസ്റ്റ്, ആരാണ്, അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്, അത്തരത്തിൽ നമ്മൾ എൻകോഡ് ചെയ്ത് വെക്കുന്നതിനാണ്, അല്ലെങ്കിൽ ആദ്യമേ പ്രയർ ഒരു നോളജിൻ്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെക്കുന്നതിനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. 4-മത്തേതാണ് ചാനൽ ഓർ മീഡിയം.
the means through which the message is transmitted from the sender to the receiver. സോ എന്തോ ഒരു മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചാനൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഈ ഒരു ചാനൽ അല്ലെങ്കിൽ മീഡിയത്തിലൂടെയാണ് നമ്മുടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് സെൻഡർ നമ്മുടെ റിസീവ് ചെയ്യുന്ന ആളിലേക്ക് എത്തിക്കുന്നത് ഒരു ചാനലിലൂടെയാണ്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നേരെ തന്നെ നമ്മൾ സംസാരിക്കുകയാണ്. സോ നമ്മുടെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഈ മുന്നേ നിൽക്കുന്ന ഇതാണ് നമ്മുടെ മീഡിയം. ദെൻ ഫോൺ കോൾസിലോ ആ ഫോണാണ് നമ്മുടെ മീഡിയം. ഇമെയിലാണ് നമ്മുടെ മീഡിയം. ലെറ്റർ അയക്കുമ്പോൾ ലെറ്ററാണ്. ദെൻ പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ. സോ ഇവിടെ നമ്മുടെ മീഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നമ്മുടെ മീഡിയം ഇവിടെ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തതാണ് റിസീവർ. സോ ഒരു സെൻഡർ ഉണ്ടെങ്കിൽ ഒരു റിസീവർ ഉണ്ടാകും. ദ പേഴ്സൺ ടു ഹൂം ദ മെസ്സേജ് ഈസ് ഡയറക്റ്റഡ്. ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആരോടാണോ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളാണ് എൻ്റെ റിസീവർ. Then decoding, the process by which the receiver interprets and makes sense of the encoded messages. So decoding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകോഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സാധനം. എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഒരു മെസ്സേജ് റെഡിയാക്കുന്നു. ഡീകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഞാൻ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തി ആ മെസ്സേജ് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. സോ എൻകോഡിങ്ങും ഡീകോഡിങ്ങും നോക്കി വയ്ക്കുക. ഒരു 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്? സോ എൻകോഡിങ് ചെയ്യുന്നത് എപ്പോഴും സെൻഡർ ആയിരിക്കും, ഡീകോഡിങ് ചെയ്യുന്നത് എപ്പോഴും റിസീവർ ആയിരിക്കും. എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജിൻ്റെ ഫോർമേഷനും, ഡീകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. ഏഴാമത്തെ പോയിൻ്റാണ് ഫീഡ്ബാക്ക്. ദ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഓഫ് ദ റിസീവർ ടു ദ സെൻഡേഴ്സ് മെസ്സേജ്. It allows the sender to know if the message was received and understood as intended, and it completes the communication loop. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക്. നമ്മുടെ സെൻഡർ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്നുകിൽ നമുക്കത് മനസ്സിലായി അല്ലെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടില്ല എന്ന് തിരികെ പറയുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് മനസ്സിലായില്ലേ എന്നുള്ളത്. എപ്പോഴും ഇത് സംസാരിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളോട് ടീച്ചർ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ തലയാട്ടുകയായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വെച്ചാൽ തലയാട്ടുന്നതും ഓ എന്ന് പറയുന്നതൊക്കെയാണ് ഫീഡ്ബാക്സ് ആയിട്ട് വരിക. ഇനി 8ഉം 9ഉം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 എലമെൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്കോടുകൂടി അവസാനിക്കും. 9 എലമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ നോയ്സ് ഉണ്ട്. നോയ്സ് എന്ന് പറയുന്നത് എനി ഡിസ്റ്റർബൻസ് or interference that can disrupt the communication process and distort the message. This can be physical noise, psychological noise, semantic noises or cultural noise. ഇനി നോയ്സ് നമ്മൾ പറയുന്നതാണ് ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ തലം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ബഹളം അല്ലെങ്കിൽ ഒച്ച എന്നൊക്കെ പറയുന്നതാണ്. എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ മര്യാദയ്ക്ക് സെൻഡർ പറയുന്ന മെസ്സേജ് റിസീവറിലേക്ക് മര്യാദയ്ക്ക് എത്താൻ പറ്റാതെ പോകുന്ന ഘടകത്തിനാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് ഫിസിക്കൽ നോയ്സ് ഉണ്ട്, എന്തെങ്കിലും ബഹളം, ഇപ്പോൾ നമ്മുടെ റേഞ്ച് ഇഷ്യൂസ് ആവാം, മൊബൈലിൽ ഒരാളുടെ സംസാരിക്കുമ്പോൾ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാവുന്നത് വരാം. ദെൻ സൈക്കോളജിക്കൽ നോയ്സസ് ഉണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇമോഷൻ കാരണം നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയാലും നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് കേൾക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അതെല്ലാം സൈക്കോളജിക്കൽ നോയ്സാണ്. ദെൻ സെമാൻറ്റിക് നോയ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ്സ്. നമുക്കറിയാത്ത ഭാഷയിൽ ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണം എന്നില്ല. ഇപ്പോൾ ചില സിനിമയിൽ സീൻ കാണുമ്പോഴേക്കും നമുക്ക് ഏറെക്കുറെ ഐഡിയ ഒക്കെ കിട്ടും, പക്ഷെ അവരെന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് എല്ലാ വാക്കുകൾ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ്സിനെ നമ്മൾ നോയ്സ് എന്ന് തന്നെയാണ് പറയുക. ആൻഡ് കൾച്ചറൽ നോയ്സസ് സെയിം തന്നെയാണ്. സോ ഏതെങ്കിലും ഡിസ്റ്റർബൻസ് ആണ്, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് ഹാപ്പൻ ചെയ്യാൻ അനുവദിക്കാത്ത സാധനമാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ എലമെൻ്റാണ് കോണ്ടെക്സ്റ്റ്. ദ സർക്കംസ്റ്റൻസസ് ഓർ എൻവയൺമെൻറ്റ് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. ദിസ് ഇൻക്ലൂഡ്സ് ദ ഫിസിക്കൽ സെറ്റിംഗ്, സോഷ്യൽ എൻവയൺമെൻറ്റ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേറ്റേഴ്സ്, all of which can influence the meaning and interpretation of the message. സോ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതൊരു ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടാണ് ഇത് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ സെറ്റിങ് യൂട്യൂബ് മൊബൈലുണ്ട്, ആ ഒരു ഫിസിക്കൽ സെറ്റിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റും ആണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ
നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലായിരിക്കും. സോ അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ എന്ത് എൻവയോൺമെൻറ്റിൽ എന്ത് സിറ്റുവേഷനിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 9 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വെച്ച് പഠിക്കുക. സോ ആദ്യം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സെൻറ്ററിന് റിസീവറിൻ്റെ അടുത്തേക്ക് ഒരു കാര്യം പറയേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ആദ്യം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് മുകളിൽ ആ ഒരു ആരോ വെച്ച് കാണിക്കുന്നത്. സെൻറ്റർ എന്ത് ചെയ്യും? മെസ്സേജിനെ എൻകോഡ് ചെയ്യും. ആദ്യം ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടൊരു മെസ്സേജ് ആക്കി അതിനൊരു ചാനൽ, ഒരു മീഡിയം ഉണ്ടാവും, അതുവഴി അയക്കുന്നുണ്ട്. റിസീവറിലേക്ക് അത് എത്തുമ്പോൾ എന്ത് ചെയ്യും? റിസീവർ അതിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തിരിച്ചയക്കുന്നുണ്ട്. മനസ്സിലായോ മനസ്സിലായില്ലേ എന്നുള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇടയിൽ നോയ്സ് കിടപ്പുണ്ട്. നോയ്സ് കൂടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് ഹാപ്പൻ ചെയ്യത്തില്ല. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണോ? Then effective communication occurs when the intended message is successfully transmitted, received and understood by the receiver in the way the sender intended. സോ എപ്പോഴാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഞാൻ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് കിട്ടണമെന്ന് മനസ്സിലാക്കി ഞാൻ റെഡിയാക്കി അയക്കുന്ന മെസ്സേജ്, ട്രാൻസ്മിറ്റ് ചെയ്ത് അയക്കുന്ന മെസ്സേജ് നമ്മുടെ റിസീവറിൻ്റെ അടുത്ത് എത്തി അയാൾക്ക് കൃത്യമായിട്ടത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അത് വളരെ ഇന്നെഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഞാൻ ഒരാളെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് 10 ലഡു മേടിച്ചിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അയാൾ കേൾക്കുന്നത് 10 ലഡു എന്നൊന്നും അല്ല, അയാളൊന്നും മേടിച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്, ബട്ട് അബൌട്ട് എൻഷുറിങ് ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അച്ചീവിങ് ദ ഡിസൈർഡ് ഔട്ട്കം. സോ ആൾക്കത് മനസ്സിലായാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്. മെസ്സേജ് എപ്പോഴും നമ്മൾ വേറൊരാളിലേക്ക് അയക്കുന്ന ഒരു മെസ്സേജ്, ഇതൊരു ഫോർമൽ സെറ്റിങ്ങിലാണ് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെയല്ല, ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മൾ നമ്മുടെ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എഫക്റ്റീവ് ആയിരിക്കണം. കാരണം നമുക്കൊരിക്കലും നമ്മുടെ കമ്പനിയുടെ സമയവും നമുക്ക് കളയാനില്ല, നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ സമയവും നമുക്ക് പാഴാക്കാനില്ല. സോ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, മെസ്സേജ് വളരെ ക്ലിയർ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ടു ദ പോയിൻ്റ് ആയിരിക്കണം. കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മളൊരു വ്യക്തി നമ്മുടെ മുന്നേ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട്. അവോയ്ഡ് ജാർഗൺ ഓർ അൺനെസസറി കോംപ്ലക്സിറ്റി. ജാർഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ജാർഗൺസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ലോയേഴ്സ് എസ് യു മേ പ്രൊസീഡ്, അമെൻമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഓർഡർ ഇതൊക്കെ അവരുടെ ഒരു ജാർഗൺസാണ്. സോ അങ്ങനെ അത്തരത്തിലുള്ള ജാർഗൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. സോ ഇപ്പോൾ മേ ബി കോഡ് റെഡ്, അലേർട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓരോ ഓഫീസിനകത്ത് അവർക്ക് തന്നെ എന്തെങ്കിലും കോഡ്സോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതി കാണും. ആ രീതിയിൽ നമ്മൾ വരുന്ന ആൾക്കാരോട് സംസാരിക്കാണ്ടിരിക്കുക. കാരണം അവർ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അതെന്ത് വേണം എനിക്കറിയില്ല എന്നുള്ള ലെവലിലായിപ്പോവും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസ്ണിംഗ്. ദ റിസീവർ പേസ് ഫുൾ അറ്റൻഷൻ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ്ലി. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുവാണ്, അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ദെൻ എംപത്തി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ് ഇൻവോൾവ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലൂടെ എന്താണോ പോകുന്നത് അതൊന്ന് മനസ്സിലാക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ എന്തോ ചെയ്യും, ഞാൻ പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്ത് പറയും എന്നുള്ള ലെവലിൽ പോവാണ്ടിരിക്കുക. ഒരു എമ്പതി, അദ്ദേഹം ഒരു മനുഷ്യനാണെന്നുള്ള ലെവലിലുള്ളൊരു എമ്പതി കാണിക്കുക. ദെൻ അപ്രോപ്രിയേറ്റ് ചാനൽ സെലക്ഷൻ, ചൂസിങ് ദ ബെസ്റ്റ് മീഡിയം ഫോർ ദി മെസ്സേജ് ആൻഡ് ഓഡിയൻസ്. ഓഡിയൻസിനാവട്ടെ ആർക്കെങ്കിലും നമ്മുടെ ചാനൽ സെലക്ഷൻ, നമ്മൾ നേരിട്ട് പോയി പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പോയി പറയുക, മൊബൈൽ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക, മെയിൽ അയക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ ആ ഒരു ചാനൽ എന്ന് പറയുന്നതിൻ്റെ സെലക്ഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 4 പേജ് PDF വരുന്ന ഒരു കാര്യം നമുക്ക് ഒരാളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ അയച്ചിട്ട് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലാണ്ട് ഫോൺ വിളിച്ചിട്ട് നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ദെൻ ടൈം ലൈൻസ്, ഡെലിവറിങ് ഇൻഫർമേഷൻ വെൻ ഇറ്റ് ഈസ് മോസ്റ്റ് റെലവൻറ്റ് ആൻഡ് യൂസ്ഫുൾ. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ അറിയിക്കണം. അല്ലാണ്ട് ഇന്ന് വിളിച്ചിട്ട് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഡെഡ് ലൈൻ, അത് കഴിഞ്ഞു കേട്ടോ,
അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ദെൻ ഫീഡ്ബാക്ക് ഇൻറ്റഗ്രേഷൻ. യൂസിങ് ഫീഡ്ബാക്ക് ടു ക്ലാരിഫൈ ആൻഡ് അഡ്ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഫീഡ്ബാക്ക് നമ്മുടെ അടുത്ത് ഒരാൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു, ഇല്ലയെന്ന് തലയാട്ടിയിട്ട് നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് എനിക്ക് കേൾക്കുന്നില്ല, അവിടെ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതേ ശബ്ദത്തിൽ കണ്ടിന്യൂ ചെയ്യുകയല്ല വേണ്ടത്. ശബ്ദം നമ്മൾ ഉയർത്തി സംസാരിക്കാൻ ശ്രമിക്കണം. ദെൻ നോൺ വെർബൽ കോൺഗ്രുവൻസ്. നോൺ വെർബൽ ക്യൂസ് അലൈൻ വിത്ത് വെർബൽ മെസ്സേജസ്. നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജും ടോണും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. അത്രയുമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. ദെൻ ദർ ഇസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കുറച്ച് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ദാറ്റ് ഹിൻഡർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ലീഡിങ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ ബ്രേക്ക് ഡൗൺസ്. ചിലപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാരണം പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റി കേട്ട് പോകും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുക. സോ 1-2 ടൈപ്പുണ്ട്. ആദ്യത്തെ ടൈപ്പിൽ വരുന്നതാണ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. അതിനകത്ത് തന്നെ സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭാഷാപരമായിട്ട് നമുക്കുണ്ടാകുന്ന കുറച്ച് തടസ്സങ്ങൾ. ഡിഫറൻസസ് ഇൻ ദ മീനിങ് ഓർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേർഡ്സ്, ജാർഗൻ ഓർ സ്ലാങ്. സോ നമ്മൾ വേർഡ് മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ജാർഗൻസ്, നേരത്തെ പറഞ്ഞു ജാർഗൻസ് എന്താണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്ലാങ്, ചില സ്ലാങ്ങിൽ ഓരോന്ന് പോലെ പറയുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരത്തെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലായി എന്നായിരിക്കില്ല മറുപടി പറയുക, ഓ എന്നായിരിക്കും മറുപടി പറയുക. മനസ്സിലായോ, ഓ എന്ന് പറയും. അപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് എന്തുവാ ഈ ഓ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവർക്കത് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ വിളി കേൾക്കുന്നതാണ്, എന്തോ എന്ന് വിളി കേൾക്കുന്നതാണെന്ന് കരുതും. സോ അങ്ങനെയുള്ള ഡിഫറൻസസ് ആണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. ഭാഷാപരമായിട്ട് നമ്മൾ മീനിങ് മനസ്സിലാക്കുന്നതിൽ വരുന്ന തെറ്റാണ് സെമാൻറ്റിക് ബാരിയർ. ആക്സെൻറ്റ് ആൻഡ് ഡയലക്റ്റ്. ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് ആക്സെൻറ്റ്സ് ഓർ റീജിയണൽ ഡയലക്ട്സ്. ഓരോ പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്ത് പ്രത്യേക രീതിയിലായിരിക്കും സംസാരങ്ങൾ, അല്ലെങ്കിൽ ഒരേ ഭാഷ തന്നെ സംസാരിച്ച് വരുന്നതാണെങ്കിലും വേറെ രീതിയിൽ സംസാരിക്കുന്നതാണെങ്കിലും, പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ആക്സെൻറ്റ് ആൻഡ് ഡയലക്റ്റിൽ വരുന്ന ലിംഗ്വിസ്റ്റിക് ബാരിയർ. ദെൻ പുവർ വൊക്കാബുലറി ഓർ ഗ്രാമർ. ഇൻഎബിലിറ്റി ടു എക്സ്പ്രസ് വൺസെൽഫ് ക്ലിയർലി ഓർ കോംപ്രിഹെൻഡ് മെസ്സേജസ് ഡ്യൂ ടു ലിമിറ്റഡ് ലാംഗ്വേജ് സ്കിൽസ്. ഈ മൂന്നാമതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളായിരിക്കും അറിവുണ്ടാവുക. ഒരു നേറ്റീവ് സ്പീക്കറായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും വലിയ പദങ്ങളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മെസ്സേജ് ക്ലിയർ ആവില്ല, ഇവരെന്തായി പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. സോ ഇതിനകത്ത് നിങ്ങൾ ഈ സെമാൻറ്റിക് ബാരിയേഴ്സ്, ആക്സെൻറ്റ് ആൻഡ് ഡയലക്റ്റ് ബാരിയേഴ്സ് ഒന്നും പറയണ്ട. ഒന്നാമത്തെ ബാരിയറാണ് ലിംഗ്വിസ്റ്റിക് ബാരിയർ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അർത്ഥങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് തന്നെ ഭാഷയിൽ വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ചില വാക്കുകളൊന്നും മനസ്സിലാവാണ്ട് പോകുന്നതുമൊക്കെ ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്, ഭാഷാപരമായ തടസ്സമാണ്. ദെൻ സൈക്കോളജിക്കൽ ബാരിയർ, രണ്ടാമത് വരുന്നതാണ് സൈക്കോളജിക്കൽ ബാരിയർ. അതിൽ തന്നെ ഒരു ഇമോഷണൽ ബാരിയർ ഉണ്ട്. ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഫിയർ, ആങ്സൈറ്റി ഓർ എക്സൈറ്റ്മെൻറ്റ് ക്യാൻ ക്ലൗഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻ്റർഫേസ് വിത്ത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റിയെന്ന് വരില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നും വരില്ല. ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുമ്പോഴോ പേടിച്ചിരിക്കുമ്പോഴോ ഒരു വെപ്രാളത്തിലിരിക്കുന്നതോ വളരെ സന്തോഷപ്പെട്ടിരിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ടൊരു കാര്യം നമുക്ക് ആൻസർ പറയാനും പറ്റില്ല, ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാനോ പറയാനോ പറ്റാണ്ട് പോകാറുണ്ട്. ദെൻ സെലക്റ്റീവ് പെർസെപ്ഷൻ. People tend to interpret information based on their own experiences, beliefs and expectations, leading to misinterpretation. ഇത് സംഭവിക്കുന്നത് നമ്മുടെ പെർസെപ്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ എങ്ങനെയാണോ അത് റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ചിരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ കരുതുന്നത് എന്താണ്, അയാൾ പറയാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഫേസ് ഒന്ന് മാറി വരുവാണെങ്കിൽ നമ്മൾ കരുതും എന്തോ ഒരു ബാഡ് ന്യൂസാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും ബിലീവ്സിൽ നിന്നും നോക്കി ഇതാണ് അടുത്ത നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കരുതുന്നതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ബാരിയറാണ്. ഞാൻ കരുതുന്നു ഇയാൾ ഇന്ന് എൻ്റെ അടുത്ത് മോശപ്പെട്ട കാര്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ അടുത്ത് അതേ ആൾ തന്നെ വന്നിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് മാനസികമായിട്ട് അതിലും ഞാനൊരു തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ബിക്കോസ് എൻ്റെ മനസ്സ് ഓൾറെഡി ഇയാളെന്ന് പറയാൻ പോകുന്നത് മോശപ്പെട്ടൊരു കാര്യമാണെന്നൊരു ഐഡിയ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബാരിയറാണ്, അതൊരു തടസ്സമാണ്. അപ്പം നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേൾക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാൾ നമ്മളടുത്ത് പറയുന്ന
കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കത്തില്ല. ദെൻ പ്രീകൺസീവ്ഡ് നോഷൻസ് ഓർ ബയസസ്, prejudices or stereotypes can prevent an open-minded reception of messages. ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇയാളിന്ന് മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് നമ്മൾ കരുതിക്കൂട്ടി വെക്കുന്നതിനെയാണ് ഈ prejudice അല്ലെങ്കിൽ ബയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു പ്രത്യേക സ്നേഹം, നമ്മൾ ഈ 2.5 പക്ഷം എന്നൊക്കെ പറയുന്ന സാധനം, ഇയാൾ പറയുന്ന എല്ലാം എനിക്ക് ഓക്കെ ആണെന്ന് കരുതിയിട്ട് ഇരിക്കുന്നതൊക്കെയാണ്. അതും ഒരു കൈൻഡ് ഓഫ് ബാരിയറാണ്, തടസ്സമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഇയാൾ പറയുന്ന എല്ലാം ശരിയാണെന്ന് കരുതി കഴിഞ്ഞാൽ, ഒരാൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റാണ്ട് പോകും. അടുത്തതാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ ഓർ ഡിസ്ട്രാക്ഷൻ. നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരാൾ പറയുന്ന കാര്യം നമുക്ക് കേൾക്കത്തുമില്ല, നമ്മളത് മനസ്സിലാക്കത്തുമില്ല. അതും ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ്, അല്ല ഒബ്സ്റ്റക്കിളാണ്. Then defensiveness. When individuals feel threatened, they may become defensive and unwilling to listen openly. നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡിഫെൻസീവ് ആവുന്നത്, നമ്മളടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മളെ എന്ത് ഞാനൊന്നും ചെയ്തില്ല, പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടം പോലീസുകാർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്തേലും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങോട്ട് പറയും, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തിനാണ് വരുന്നതെന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് എന്ന് പറയുക. ദെൻ ഫിസിക്കൽ ഓർ എൻവയൺമെൻറ്റൽ ബാരിയേഴ്സ്. നോയ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് യഥാർത്ഥ സൗണ്ടിനെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുണ്ടാകുന്ന ബഹളമാണ് നോയ്സ്. ദെൻ ഡിസ്റ്റൻസ്, രണ്ടുപേർ വളരെ ദൂരെ നിന്നിട്ട് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ ടെക്നിക്കൽ ഗ്ലിച്ചസ്, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സിഗ്നൽ ആവട്ടെ, ഇൻ്റർനെറ്റ് ഇഷ്യൂസ് ആവട്ടെ, ഇതെല്ലാം കാരണം വരുന്ന തടസ്സങ്ങളാണ് ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്ന് പറയുന്നത്. ദെൻ പുവർ ലൈറ്റിംഗ് ഓർ അൺകംഫർട്ടബിൾ എൻവയൺമെൻറ്റ്. സോ ഇപ്പോൾ ഇനി ലൈറ്റിങ്ങിൻ്റെ ഇതായിട്ട് വരുന്നത്, നമ്മുടെ ഒരാൾക്ക് നമ്മളൊരു ലെറ്റർ അയച്ചു, ഇരുട്ടത്തിരുന്നത് വായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. ഇനി 4ാമത്തെ കൈൻഡ് ഓഫ് ബാരിയറാണ് ഓർഗനൈസേഷണൽ ബാരിയർ. ഇതൊരു പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഹയറാർക്കിയൽ സ്ട്രക്ചർ, ഇൻഫർമേഷൻ മേ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് ഓർ ലോസ്റ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ലെവൽസ്. സോ പല ആൾക്കാരുടെ അടുത്ത് പോയി ഒരാളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അയക്കുന്ന ഇൻഫർമേഷൻ അല്ല ഏറ്റവും അറ്റത്തുള്ള ആളുടെ അടുത്ത് എത്തുക. ഇതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഒരു ഗെയിമൊക്കെ ഉണ്ടാകും, ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുന്നത്, നമുക്കൊരു നീഡുള്ള ഒരാളായിരിക്കാം, നമ്മൾ CMൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ നാട്ടിലെ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, മന്ത്രി അത് MLA അടുത്ത് പറഞ്ഞു, MLA അത് വേറൊരു പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ മെമ്പർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളടുത്ത് അത് എത്തുമ്പോഴത്തേക്കും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതിൻ്റെ ഫുൾ അർത്ഥം തന്നെ മാറിപ്പോകുന്ന ലെവലിലേക്ക് വരും. അതിനാണ് ഈ ഹയറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹയറാർക്കി എന്ന് പറയുന്നത് തന്നെ ഓരോടത്ത് ഓരോ മേലധികാരികൾ, അതിൻ്റെ തൊട്ട് താഴെയുള്ളവരെന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ഹയറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ പുവർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മോശപ്പെട്ടത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ്റെ ഫ്ലോയെ ബാധിക്കും. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത ഒരാൾക്ക് നമ്മൾ കത്തെഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരിക. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ്, ടൂ മച്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പം തന്നെ നമ്മുടെ ശ്രദ്ധ പോകും. സോ ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് പതുക്കെ കേട്ടിട്ടില്ല, ഒറ്റ സ്ട്രെച്ചിലെല്ലാം കൂടി കേൾക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് തുടിപ്പും, കുറച്ച് കാര്യങ്ങൾ തലയുടെ മുകളിൽ കൊടുപ്പും. കാരണം ടൂ മച്ച് ഓഫ് ഇൻഫർമേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇൻഫർമേഷൻ്റെ ഒരു ഓവർലോഡ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നേരിടും. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ്, നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാൾ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കത്തുമില്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കത്തുമില്ല. ദെൻ വി ഹാവ് കൾച്ചറൽ ബാരിയേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചറൽ നോംസ്, വേരിയേഷൻസ് ഇൻ ഗ്രേറ്റിംഗ്സ്, പേഴ്സണൽ സ്പേസ്, ജെസ്റ്റേഴ്സ് ഓർ ഡയറക്ട്നെസ് ക്യാൻ ലീഡ് ടു മിസ്ഇൻ്റർപ്രിട്ടേഷൻ. പല കൾച്ചറിൽ പല രീതിയിലായിരിക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഗ്രീറ്റിങ്സ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എല്ലാവരും കാല് തൊട്ട് തൊടുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ നമസ്തേ പറയും. പക്ഷേ വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോകുമ്പോൾ അതില്ല, ഒരു ഹാൻഡ് ഷേക്കാണ് അവിടുത്തെ ഏറ്റവും നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കും. നമ്മുടെ നാട്ടിലൊന്നും അത്രയും ഒരു രീതിയിലുള്ളൊരു ഗ്രീറ്റിങ്സ് ഒന്നും ഇല്ല. സോ ആ ഒരു ഡയറക്ട്നെസ് കാണുമ്പോഴത്തേക്കും ചിലർക്ക് അവിടെ തന്നെ ഡൗട്ട് അടിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ പാളിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയുള്ളത് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. ഡിഫറെൻറ്റ് കൾച്ചറൽ വാല്യൂസിലുള്ളവർക്ക് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും മെസ്സേജസ് മനസ്സിലാവുന്നത്, ഒരു മെസ്സേജ് അയക്കുന്നത്. ദെൻ ഹൈ കോണ്ടെക്സ്റ്റ് വേഴ്സസ് ലോ കോണ്ടെക്സ്റ്റ് കൾച്ചേഴ്സ്. സം കൾച്ചേഴ്സ് റിലേ ഹെവിലി ഓൺ ഇംപ്ലിസിറ്റ് ക്യൂസ് വൈൽ അതേഴ്സ് പ്രിഫർ എക്സ്പ്ലിസിറ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ചില ആൾക്കാർ വളരെ ഇംപ്ലിസിറ്റായിട്ട്
അത് എന്താ പറയുക, ഉള്ളിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്സ് ഉള്ളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഈ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ മീനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ലെവലിൽ വളരെ ലോ കോണ്ടെക്സ്ച്വലി പറഞ്ഞു പോകുന്നതുമാണ്. അടുത്ത നമ്മുടെ ഇതെത്തി കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം കഴിഞ്ഞു. ലിസ്ണിങ് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനെ പറ്റി, സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ലിസ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ശ്രദ്ധിക്കുന്നതിനെ പറ്റിയിട്ടാണ്. Listening is a complex process that goes beyond merely hearing sounds. It involves receiving, interpreting and responding to messages. വെറുതെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ലിസ്ണിങ്, പകരം അതൊരു കോംപ്ലെക്സ് പ്രോസസ്സാണ്. അത് നമ്മൾ ആദ്യം റിസീവ് ചെയ്യുക, നമ്മൾ കേൾക്കുക എന്നുള്ളത് വരുന്നുണ്ട് അതിനകത്ത്. ദെൻ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, ഞാനിപ്പോൾ എന്താ കേട്ടത് അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ലിസ്ണിങ്ങിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ട മെസ്സേജിനുള്ളൊരു റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയുന്നത് ലിസ്ണിങ്ങിനകത്ത് വരുന്നതാണ്. ലിസ്ണിങ് വേഴ്സസ് ഹിയറിങ്. എന്താണ് ലിസ്ണിങ്, എന്താണ് ഹിയറിങ് എന്ന് നോക്കാം. ഹിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവോളണ്ടറി ആണ്. നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റും. വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും ബസ്സിൻ്റെ സൗണ്ട് ആവട്ടെ, കാക്ക കരയുന്ന സൗണ്ട് ആവട്ടെ, ഫാനിൻ്റെ സൗണ്ട് ആവട്ടെ, പണി നടക്കുന്ന സൗണ്ട് ആവട്ടെ, ഇതെല്ലാം നമ്മൾ ഇൻവോളണ്ടറി, നമ്മൾ വേണമെന്ന് വെച്ച് കേൾക്കുന്നതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മുടെ സൗണ്ട് വേവ്സ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അത് ബ്രെയിനിലെത്തിയിട്ട് സൗണ്ടായിട്ട് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, എന്നാലും നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ലിസ്ണിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതൊരു ആക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതൊരു വോളണ്ടറി പ്രോസസ്സാണ്. നമുക്ക് എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കേട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് എപ്പോഴും വാക്കുകളിലൂടെ മാത്രമല്ല, വെർബലി മാത്രമല്ല, നോൺ വെർബലിയും നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ പറയുന്നതൊന്നും അവരുടെ കൈയുടെയും കണ്ണിൻ്റെയും ഒക്കെ ആക്ഷൻ കാണുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിലും ആയിരിക്കും. ലിസ്ണിങ്ങിന് എപ്പോഴും നമ്മളൊരു മെൻ്റൽ എഫേർട്ട് ഇടണം. നമ്മളിങ്ങനെ എനിക്കിത് വേണം, എനിക്കിത് കേൾക്കണം എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞാൽ മാത്രമേ ലിസ്ണിങ് അവിടെ കംപ്ലീറ്റ്ലി കേൾക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹിയറിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അവിടെ പറഞ്ഞത്. ലിസ്ണിങ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയറിങ് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. ആക്റ്റീവ് ലിസ്ണിങ് എന്തുവാന്നുള്ളത് പഠിക്കാനുണ്ട്. ആക്റ്റീവ് ലിസ്ണിങ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ടെക്നീക്ക് യൂസ്ഡ് ഇൻ കൗൺസിലിംഗ്, ട്രെയിനിങ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ which requires the listener to fully concentrate, understand, respond and then remember what is being said. It's about being fully present and engaged in the conversation. So ഇനി ആക്റ്റീവായിട്ടുള്ള ലിസ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും അവിടെ കൊടുത്തിട്ടുണ്ടാവണം. എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, തിരികെ റെസ്പോണ്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി ഇതിന് കുറച്ച് കീ കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പേ അറ്റൻഷൻ. ഗീവ് ദ സ്പീക്കർ യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ, മേക്കിംഗ് ഐ കോണ്ടാക്ട് ആൻഡ് മിനിമൈസിങ് ഡിസ്ട്രാക്ഷൻസ്. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും തരത്തിലൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. ഉദാഹരണത്തിന് ഫോണിൽ നമ്മളൊരു ബിസിനസ് മീറ്റിങ്ങിന് കയറുവാണ്, ഫോൺ എന്ന് പറയുന്നൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. ഒന്നുകിൽ ഫോൺ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഫോൺ സൈലൻറ്റിലാക്കി വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് പേയിങ് അറ്റൻഷൻ്റെ ഒരു പ്രധാന ഭാഗം. ദെൻ ഷോയിങ് യു ആർ ലിസണിങ് യൂസിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ് ലൈക്ക് നോഡിങ്, അപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബ്രീഫ് അഫർമേഷൻ. ഐ സി എന്നൊക്കെ പറയുന്നതും എന്ന് പറയുന്നത് തലയാട്ടുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാന്ന് നമ്മളോട് സംസാരിക്കുന്ന ആളിന് തോന്നണം. ആ രീതിയിൽ വേണം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ടീച്ചർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തലയാട്ടത്തില്ലേ, തലയാട്ടുന്നതും നമ്മൾ ശ്രദ്ധിച്ചു, മനസ്സിലായി എന്ന് ആ ടീച്ചറിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു ആക്റ്റീവ് ലിസണർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, പാരഫ്രൈസിങ് ഓർ സമ്മറൈസിങ്, റീഫ്രേസിങ് വാട്ട് ദി സ്പീക്കർ ഹാസ് സെഡ് ഇൻ യുവർ ഓൺ വേർഡ്സ് ടു കൺഫേം അണ്ടർസ്റ്റാൻഡിങ്. നമ്മളടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു ടീച്ചർ നമ്മളടുത്ത് സംസാരിച്ചു, അല്പസമയം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വേർഡ്സിൽ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞു, നേരത്തെ 9 കമ്മ്യൂണിക്കേഷൻ വേസ് പറഞ്ഞു, പിന്നീട് നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് കൃത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദെൻ റിഫ്ലെക്റ്റിംഗ് ഫീലിങ്സ്, അക്നോളജിങ് ദ ഇമോഷൻസ് കൺവേഡ് ബൈ ദി സ്പീക്കർ. സ്പീക്കർ സംസാരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നൊരു വിഷമാണ് നമ്മളടുത്ത് പറഞ്ഞത്, ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാവണം. അല്ലാണ്ട് അയാളൊരു വിഷമിച്ചൊരു കാര്യം പറഞ്ഞിട്ട് പോകുന്നു, അയാൾ പോയവിടെ നമ്മളങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്, അത് ഓക്കെ അല്ല. ആസ്കിങ് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ്, ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു ഗെയിൻ മോർ ഇൻഫർമേഷൻ ഓർ ക്ലാരിഫൈ പോയിന്റ്സ്.
നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ദെൻ ഡെഫറിങ് ജഡ്ജ്മെൻറ്റ്, റിസർവിങ് ജഡ്ജ്മെൻറ്റ് അൺടിൽ ദ സ്പീക്കർ ഹാസ് ഫിനിഷ്ഡ് എക്സ്പ്രസിങ് ദെയർ തോട്ട്സ്. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഇതായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും ഇവള് പറയാൻ പോകുന്നതെന്ന് കരുതിയിട്ട് എടുത്തു ചാടി മറുപടി പറയുന്നത്. സോ നമ്മൾ പറയുന്നൊരു കാര്യം തോക്കി കയറി വെടി വെക്കല്ലേ എന്ന് പറയുന്നൊരു സാധനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ നമ്മുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റോ ഒക്കെ പറയാം. റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി, പ്രൊവൈഡിങ് എ തോട്ട്ഫുൾ ആൻഡ് റെലവൻറ്റ് റെസ്പോൺസ് ബേസ്ഡ് ഓൺ എ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെസ്സേജ്. സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ വളരെ വിഷമത്തോടെ ഒരു കാര്യം വന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ കളിയാക്കുന്ന ലെവലിലോട്ട് പോകാണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ്, എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടിട്ട് എങ്ങനെയൊക്കെയോ നമുക്ക് എഫക്റ്റീവ് ലിസണിങ് പോസിബിൾ അല്ലാണ്ട് പോകും. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ നോക്കാം. ഒബ്സ്റ്റക്കിൾസ് ഓഫ് എഫക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ലിസണിങ്ങിനും ഒരുപോലെ വരുന്ന ഒരു ഡിസ്ട്രാക്ഷനാണ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ അഥവാ നോയ്സ്, അൺകംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് ഓർ ഇൻറ്ററപ്ഷൻസ്. നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ദെൻ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ഇൽനെസ്, ഫറ്റീഗ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അസുഖം ഉണ്ടെങ്കിലോ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അടുത്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, പ്രീ ഒക്കുപ്പേഷൻ ഓർ മൈൻഡ് വാണ്ടറിങ്, തിങ്കിങ് അബൌട്ട് അതർ തിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദി സ്പീക്കർ. ക്ലാസ്സിലൊക്കെ നമ്മൾ സ്ഥിരം സംഭവിക്കുന്നൊരു കാര്യമാണ്, ടീച്ചർ നമ്മളത് സംസാരിക്കും, നമ്മൾ മനസ്സിൽ വേറെ എവിടെയോ ആയിരിക്കും. അതിനാണ് ഈ ഒരു പ്രീ ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ മൈൻഡ് വാണ്ടറിങ്, നമ്മുടെ മൈൻഡ് വേറെ എവിടെയോ ആയിരിക്കും. ദെൻ പ്രീ ജഡ്ജിങ് ദ സ്പീക്കർ ഓർ മെസ്സേജ്, ഒരാൾ നമ്മൾ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും അയാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതായിരിക്കും ഇയാൾ പറയാൻ പോകുന്നത്, എനിക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടില്ല, ഇയാൾ പറയാൻ പോകുന്ന കാര്യം ഇതാന്ന് കരുതിയിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് പ്രീ ജഡ്ജിങ് അഥവാ പ്രീ ജഡ്ജിങ് ദ സ്പീക്കർ ഓർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വരിക. ഇമോഷണൽ റെസ്പോൺസസ്, ബീങ് ടു ഇമോഷണൽ ടു ലിസൺ റാഷണലി. ഒരാളൊരു കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇമോഷണലായി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ പേഴ്സണൽ ബയസ് ഓർ സ്റ്റീരിയോ ടൈപ്പിംഗ്. പേഴ്സണൽ ബയസ്, ഇപ്പോൾ നമുക്ക് 2 പേരുണ്ട്, അതിൽ ഒരാളോടായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. സോ ഇവരുടെ 2 പേരുടെയും കേസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളിന് ഫേവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കും. അതും ഒരു തെറ്റായൊരു രീതിയാണ്. ദെൻ ഇംപേഷ്യൻസ്, ക്ഷമയില്ലായ്മ. വാണ്ടിങ് ദ സ്പീക്കർ ടു ഗെറ്റ് ടു ദി പോയിന്റ് ക്വിക്ക്ലി ലീഡിങ് ടു കട്ടിങ് ദം ഓഫ്. ഒരാളൊരു കാര്യം പറയാൻ വരുമ്പോൾ മതി കഥ വിട്, പറയാൻ വന്ന കാര്യത്തിലോട്ട് വന്നു പറഞ്ഞിട്ട് അയാളെ ഷട്ട് ഡൗൺ ചെയ്യാൻ ഷട്ടപ്പ് ആക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ അയാൾക്ക് സമയം കൊടുക്കാണ്ട് പെട്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ട് ഇംപേഷ്യൻസ് കാണിക്കുന്നതാണ്. അതും ഒരു ബാരിയറാണ്. ദെൻ സെമാൻറ്റിക് ബാരിയേഴ്സ്, ഭാഷ മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നം. റാപ്പിഡ് തോട്ട്, our brains can process words much faster than people speak, thinking to mental downtime where the mind can wander. സോ ഒരാൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് നമ്മൾ വേറെ നമ്മുടെ ലൈഫിൽ നടന്നൊരു കാര്യം പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കാൻ പോകും. ഈ നമ്മളടുത്ത് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കത്തുമില്ല. അതൊരു ബാരിയറാണ്. ദെൻ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, നോട്ട് ഫൈൻഡിങ് ദ ടോപ്പിക് ഓർ സ്പീക്കർ എൻഗേജിങ്. സോ നമ്മളടുത്ത് ഒരാളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ ടോപ്പിക് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക, ആ സ്പീക്കറിന് നമുക്കൊട്ടും ആ സ്പീക്കർ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്. ദെൻ സ്പീക്കേഴ്സ് ഡെലിവറി, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിത് സംസാരിക്കുന്ന ആൾ അത് പറയുന്നത് വളരെ മൊണോട്ടോണായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങിയ വോയിസിൽ ഞാൻ എന്ത് പറയാനാ അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കാൻ തോന്നത്തില്ല. ദെൻ റാംബ്ലിങ്, മനസ്സിലാവാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ദെൻ പുവർ ആർട്ടിക്കുലേഷൻ, പറയുന്ന വാക്കുകളൊന്നും വ്യക്തവും കൃത്യവും അല്ല എന്നുള്ളതുമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ തോന്നത്തില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ്ങിൽ വരുന്നത്. സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കമ്പോണൻസ് പഠിച്ചു, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ദെൻ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അതുപോലെ ലിസണിങ് പറഞ്ഞു, ഹിയറിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കമ്പോണൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറഞ്ഞു, അവസാനമായിട്ട് അതിൻ്റെ ബാരിയേഴ്സും പറഞ്ഞു. ബാക്കി ആ മൊഡ്യൂൾ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നീളം കൂടിപ്പോകുമെന്നാണ് തോന്നുന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.